അൽ വഹദത്തു സാലിസ, മൂന്നാമത്തെ യൂണിറ്റ്. മൂന്നാം ക്ലാസ്സിലെ അറബിക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം. യൂണിറ്റിൻ്റെ പേരെന്താണ്? അസ്സിറാഅത്തു ലിസ്സിഹ്ഹത്തി. അസ്സിറാഅത്ത് എന്ന് പറഞ്ഞാൽ കൃഷി, സിഹത്ത് ആരോഗ്യം. അസ്സിറാഅത്തു ലിസ്സിഹ്ഹത്തി, കൃഷി ആരോഗ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ കൃഷി ചെയ്ത് നല്ല പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നമുക്ക് ആരോഗ്യം ലഭിക്കും. നമ്മുടെ ആരോഗ്യത്തിന് കേടുവരില്ല. പിന്നെ കടയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന പച്ചക്കറിയിൽ പലതിലും കീടനാശിനിയും മറ്റും ഉപയോഗിച്ച് ആരോഗ്യത്തിന് മോശമായ പച്ചക്കറികൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ പച്ചക്കറികളും മറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒന്നാമത്തെ പാഠം ഇലൽ മസ്റഅത്തി എന്നതാണ്. നമുക്ക് ആ പാഠം ഇന്ന് പഠിക്കാം. ഇവിടെ നോക്കൂ, ഒരു കൃഷിയിടം കാണുന്നുണ്ട് അല്ലേ? ഒരാൾ തൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത പച്ചക്കറികൾക്കൊക്കെ വെള്ളം നനയ്ക്കുകയാണ്. വെള്ളമല്ല, ഇവിടെ കീടനാശിനിയാണ് അടിക്കുന്നത് അല്ലേ? ഇതൊരു വീട്ടിൽ കൃഷി ചെയ്തതല്ല, ഇതൊരു കർഷകൻ കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. അതിൽ കീടനാശിനി ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. കീടനാശിനി ഉപയോഗിച്ചാൽ ആ പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ നമുക്കും രോഗങ്ങൾ വരും. ഇവിടെ ഒരു പക്ഷിയൊക്കെ ചത്ത് കിടക്കുന്നത് കാണാം അല്ലേ? ഈ കീടനാശിനിയുടെ ഉപയോഗം കാരണം ആ കീടനാശിനി ശ്വസിച്ചിട്ടും മറ്റും ചത്തുപോയതാണ് ഈ കിളികളൊക്കെ. അതുകൊണ്ട് കീടനാശിനിയൊന്നുമില്ലാത്ത പച്ചക്കറികൾ വേണം നമ്മൾ കഴിക്കാൻ. ഇനി ഇലൽ മസ്റഅത്തി, ഈ പാഠം നമുക്ക് വായിക്കാം. ഇലൽ മസ്റഅത്തി എന്നാൽ കൃഷിയിടത്തിലേക്ക്. ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ ഒരു കൃഷിയിടത്തിലേക്ക് പോവുകയാണ്, കൃഷിയിടം സന്ദർശിക്കാൻ വേണ്ടി. ആരുടെ കൂടെയാണ് പോകുന്നത്? ടീച്ചറുടെ കൂടെയാണ് പോകുന്നത്. ടീച്ചറും കുട്ടികളും ഒരു കർഷകൻ്റെ വീട്ടിലെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. നമുക്ക് നോക്കാം. ഇതൊരു സംഭാഷണമാണ്. ടീച്ചറും കുട്ടികളും ഈ കർഷകനോട് നടത്തുന്ന സംഭാഷണം അല്ലേ? ആദ്യം അൽ മുദരിസത്ത്, ടീച്ചർ പറയുകയാണ്, സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അൽ മുസാരി, കർഷകൻ എന്ത് പറയുന്നു? സബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്. മർഹബൻ ബിക്കും, വെൽക്കം, സ്വാഗതം. എൻ്റെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കർഷകൻ അവരെ തൻ്റെ കൃഷിയിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അൽ മുദരിസത്ത്, മർഹബൻ, നമ്മളോട് ഇങ്ങോട്ട് സ്വാഗതം പറഞ്ഞാൽ മർഹബൻ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും മർഹബൻ പറയും. അങ്ങനെ മർഹബൻ പറഞ്ഞു. നുരീദു മിൻക മുസാഅദതൻ, നുരീദു ഞങ്ങൾക്ക് വേണം, മിൻക താങ്കളിൽ നിന്നും, മുസാഅദതൻ ഒരു സഹായം. നുരീദു മിൻക മുസാഅദതൻ, താങ്കളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒരു സഹായം ഞങ്ങൾക്ക് വേണം. അൽ മുസാരിയെ, മാതാ തുരീദുന, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അൽ മുദരിസത്ത് പറയുകയാണ്, സിയാറത്ത മസ്റഅത്തിക, താങ്കളുടെ കൃഷിസ്ഥലം സന്ദർശിക്കൽ. ഞങ്ങൾക്ക് താങ്കളുടെ കൃഷിയിടമൊന്ന് സന്ദർശിക്കണം, ഒന്ന് വിസിറ്റ് ചെയ്യണം. താങ്കളുടെ കൃഷിയിടമൊന്ന് കാണണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് കൃഷിക്കാരൻ അവരെ തൻ്റെ കൃഷിയിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ തൻ്റെ കൃഷികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കണ്ട് ഒരു കുട്ടി ചോദിക്കുകയാണ്, മുഫീദ എന്ന കുട്ടി പറയുകയാണ്, എന്താണ് പറയുന്നത്? ഹാദിഹി മസ്റഅത്തുൻ ജമീലത്തുൻ, ഇത് ഭംഗിയുള്ള കൃഷിയിടമാണ്. ഹാദിഹി, ഇത്, മസ്റഅത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ളൊരു കൃഷിയിടമാണ്. അപ്പോൾ സയാൻ ചോദിക്കുകയാണ് കർഷകനോട്, എന്താണ് ചോദിക്കുന്നത്? മാതാ തസ്റഉ, താങ്കൾ എന്താണ് കൃഷി ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇവിടെ താങ്കൾ കൃഷി ചെയ്യുന്നത്? അപ്പോൾ മുസാരി ഉത്തരം പറയുന്നു, അസ്റഉൽ ഫവാക്കിഹ വൽ അസ്ഹാറ വൽ ഖളറാവാത്ത്, ഞാൻ പഴങ്ങളും പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്യുന്നു. അസ്റഉ, ഞാൻ കൃഷി ചെയ്യുന്നു, അൽ ഫവാക്കിഹ,
പഴങ്ങൾ, വൽ അസ്ഹാറ പൂക്കൾ, വൽ ഹദറാവാത്തി പച്ചക്കറികൾ, ഇതൊക്കെയാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ സയാൻ പറയുകയാണ്, നുരീദു ഇഅദാദ ഫിലാഹത്തിൽ മത്ബഖ്, ഞങ്ങളൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, ഇഅദാദ തയ്യാറാക്കാൻ. എന്ത് തയ്യാറാക്കാൻ? ഫിലാഹത്തിൽ മത്ബഖ് അടുക്കളത്തോട്ടം, അതായത് നമ്മുടെ വീടുകളിൽ നമ്മളുണ്ടാക്കുന്ന ചെറിയ കൃഷിയിടം, അതാണ് അടുക്കളത്തോട്ടം. അങ്ങനെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മുസാരി പറയുന്നു, ഹസനൻ, ഓക്കെ, അന ഉസാഇദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. അതായത് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരും, പിന്നെ വിത്തുകളും തൈകളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കാം. അൽ മുദരിസത്തു ശുക്രൻ, താങ്ക് യു. മുദരിസത്ത് കർഷകനോട് നന്ദി പറഞ്ഞു. മുസാരി അഫ്വൻ. അങ്ങനെ ഫഹിമത്ത് തുല്ലാബു മിനൽ മുസാരിഇ അനി സിറാഅത്തി, വിദ്യാർത്ഥികൾ കർഷകനിൽ നിന്നും കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കി. ഫഹിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. ഫഹിമത്ത് തുല്ലാബു വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. മിനൽ മുസാരിഇ കർഷകനിൽ നിന്നും, അനി സിറാഅത്തി കൃഷിയെക്കുറിച്ച് അവർ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. വറജഉ അവർ മടങ്ങി. റജഉ എന്നാൽ അവർ മടങ്ങി. കർഷകൻ്റെ അടുക്കൽ നിന്നും അവർ മടങ്ങിപ്പോയി. ബിൽ ബുദൂരി എന്തും കൊണ്ടാണ് മടങ്ങിയത്? വിത്തുകളും കൊണ്ട്. ബുദൂർ എന്ന് പറഞ്ഞാൽ വിത്തുകൾ. വശതലാത്ത് ശതലാത്തും കൊണ്ട്. ശതലാത്ത് എന്താണ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്. തൈകൾ, ചെറിയ വൃക്ഷത്തൈകളും ചെറിയ പച്ചക്കറിയുടെ തൈകളുമൊക്കെ അല്ലേ, ആ ചെറിയ തൈകളാണ് നമ്മൾ നടുക. അത് നട്ടാൽ അത് വളർന്നു വരും അല്ലേ. അങ്ങനെയുള്ള ചെറിയ തൈകളും വിത്തുകളുമൊക്കെ ആയിട്ടാണ് അവർ മടങ്ങിയത്. ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്, അവർ കർഷകൻ്റെ അടുക്കൽ നിന്നും സ്കൂളിലേക്ക് മടങ്ങി. എന്തൊക്കെയുണ്ട് അവരുടെ കയ്യിൽ മടങ്ങുമ്പോൾ? അൽ ബുദൂറു വശത്തലാത്ത് വിത്തുകളും തൈകളുമുണ്ട്. വ അസമു അല ഇഅദാദി ഫിലാഹത്തിൽ മത്ബഖി ഫി ബുയൂത്തിഹിം, അവർ തങ്ങളുടെ വീടുകളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വ അസമു അവർ തീരുമാനിച്ചു, അല ഇഅദാദി തയ്യാറാക്കാൻ, നിർമ്മിക്കാൻ, ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്തുണ്ടാക്കാൻ തീരുമാനിച്ചു? ഫിലാഹത്തിൽ മത്ബഖ് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എവിടെ? ഫി ബുയൂത്തിഹിം അവരുടെ വീടുകളിൽ. ഓരോരുത്തരുടെ വീടുകളിൽ പോയി അടുക്കളത്തോട്ടം, ചെറിയ കൃഷിയിടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ. അങ്ങനെ വസല സയാൻ ഇലൽ ബൈത്തി മസ്റൂറൻ, സയാൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ എത്തി. വസല സയാൻ എത്തി. ഇലൽ ബൈത്തി വീട്ടിലെത്തി. മസ്റൂറൻ സന്തോഷത്തോടെ. ജറാ ഹിവാറുൻ ബൈന സയാൻ വ വാലിദിഹി, അങ്ങനെ വീട്ടിൽ ഉപ്പയുണ്ടല്ലേ, ഉപ്പയും സയാനും തമ്മിലൊരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട് ഈ സംഭാഷണത്തിൽ, അത് നമുക്ക് പൂരിപ്പിക്കാം. സയാൻ, മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. അൽ വാലിദ്, മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ്. മാതാ ഫി യദിക, നിൻ്റെ കയ്യിൽ എന്താണ്? മാതാ എന്താണ്? ഫി യദിക നിൻ്റെ കയ്യിലുള്ളത്? അപ്പോൾ സയാൻ പറയുകയാണ്, അൽ ബുദൂറു വ ഡാഷ്, ബുദൂറ് വിത്തുകൾ, അൽ ബുദൂറു വിത്തുകളും പിന്നെ എന്താണുള്ളത്? തൈകളാണ് അല്ലേ. തൈകൾക്ക് എന്തായിരുന്നു പറഞ്ഞത്? ശതലാത്ത്. അപ്പോൾ അൽ ബുദൂറു വ ശതലാത്തു വിത്തുകളും തൈകളും. അപ്പോൾ വാലിദ് ചോദിക്കുകയാണ്, മിൻ ഐന എവിടെ നിന്നാണ് ഇതൊക്കെ നിനക്ക് കിട്ടിയത്? സയാൻ പറയുന്നു, മിനൽ മസ്റഅത്തി കൃഷിസ്ഥലത്ത് നിന്നും, കൃഷിയിടത്തിൽ നിന്നും, അവിടെ നിന്നും കിട്ടിയതാണ്. സുർന മഅൽ മുദരിസത്തി ഞങ്ങൾ അധ്യാപികയോടൊപ്പം അത് സന്ദർശിച്ചു. സുർന ഞങ്ങൾ സന്ദർശിച്ചു, ഞങ്ങൾ വിസിറ്റ് ചെയ്തു. സുർന അൽ മസ്റഅത്ത അല്ലേ, ഞങ്ങൾ മസ്റഅത്ത് വിസിറ്റ് ചെയ്തു. മഅൽ മുദരിസത്തി ഞങ്ങളുടെ ടീച്ചറോടൊപ്പം. അപ്പോൾ വാലിദ് ചോദിക്കുകയാണ്, മാതാ റഅയ്തും ഹുനാക അവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? മാതാ എന്താണ് റഅയ്തും നിങ്ങൾ കണ്ടത്? ഹുനാക്ക
അവിടെ, ഹുനാക്ക അവിടെ. അവിടെ എന്താണ് നിങ്ങൾ കണ്ടത് ആ കൃഷിയിടത്തിൽ? അപ്പോൾ സയാൻ പറയുന്നു അൽ ഫവാക്കിഹ വ ഡാഷ് ഡാഷ്. അൽ ഫവാക്കിഹ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് അല്ലേ? ഫ്രൂട്ട്സും പിന്നെ എന്താണ് കണ്ടത്? പച്ചക്കറികളും പൂക്കളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പറയാം, അൽ ഫവാക്കിഹ വൽ ഖദറാവാത്തി വൽ അസ്ഹാറ. അൽ ഫവാക്കിഹ വൽ ഖദറാവാത്ത്, ഖദറാവാത്ത് പച്ചക്കറികൾ, വൽ അസ്ഹാർ പൂക്കൾ, ഇതൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. അപ്പോൾ വാലിദ് ചോദിക്കുന്നു, കൈഫ കാനത്തിൽ മസ്റഅത്തു, മസ്റഅത്ത് എങ്ങനെയുണ്ടായിരുന്നു, ആ കൃഷിയിടം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ സയാൻ എന്ത് പറയും? കാനത്തിൽ മസ്റഅത്തു ജമീലത്തൻ, മസ്റഅത്ത് വളരെ ഭംഗിയുള്ളതായിരുന്നു. കാനത്തിൽ മസ്റഅത്തു ജമീലത്തൻ, കൃഷിയിടം ഭംഗിയുള്ളതായിരുന്നു. ഇനി ഇതുകൂടെ പറയുന്നു, എന്താ പറയുന്നത്? നുഇദ്ദു ഡാഷ് അൽ മത്ബഖി, നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കാം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നുഇദ്ദു ഫിലാഹൽ മത്ബഖി, അടുക്കളത്തോട്ടം എന്നുള്ളതിന് ഫിലാഹൽ മത്ബഖ് എന്നാണ് പറയുക അല്ലേ? നുഇദ്ദു ഫിലാഹൽ മത്ബഖ്, നമുക്ക് അടുക്കളത്തോട്ടം തയ്യാറാക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ബുദൂറും ശതലാത്തുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വാലിദ് പറയുന്നു, ഉപ്പ പറയുന്നു, ഹസനൻ, ഓക്കെ, ഫിക്രത്തുൻ റായത്തുൻ, നല്ല ഐഡിയ അല്ലേ, ഗുഡ് ഐഡിയ, നമുക്ക് അടുക്കളത്തോട്ടം നിർമ്മിക്കാം എന്ന് പറഞ്ഞു അവർ അടുക്കളത്തോട്ടം ഉണ്ടാക്കി. നതഅറഫു അലാ തുറുഖി സിറാഅത്തിൽ മുഖ്തലിഫ, പല വിധത്തിലുള്ള കൃഷി രീതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയാൽ പലതരത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ തെങ്ങ് എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? തെങ്ങ് പറമ്പിൽ അല്ലേ, ഭൂമിയിൽ കൃഷി ചെയ്തു. ഇവിടെ ഒരു ബക്കറ്റിൽ അല്ലേ കൃഷി ചെയ്തിട്ടുണ്ട്, അങ്ങനെയും കൃഷി ചെയ്യാം. പിന്നെ ഈ പൂക്കളൊക്കെ സാധാരണ ഇങ്ങനെയാണ് കൃഷി ചെയ്യുക അല്ലേ. ഇനി വലിയ ഇതുണ്ടെങ്കിൽ, വലിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം, അത്യാവശ്യം വലിയ മരങ്ങളും കൃഷി ചെയ്യാൻ പറ്റും. വലിയ മരങ്ങളൊന്നും പറ്റില്ല, എന്നാലും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള മാവുണ്ടല്ലേ, അതൊക്കെ പറ്റും. ഇതെന്താണ്? ഒരു ഗ്ലാസ്സിനകത്താണ് ഉള്ളി ഉള്ളത്. ഗ്ലാസ്സിൽ ഉള്ളി കൃഷി ചെയ്യാം. ഒരു വീട്ടിലൊരു ഗ്ലാസ് എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ടോ ഉള്ളി അതിൽ വെക്കുക, എന്നാൽ ഉള്ളി വളർന്നു വരും. പിന്നെ ഇതെന്താണ്? ഇത് നമ്മുടെ വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിലിൻ്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞു, എന്നിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചു, എന്നിട്ടതിൽ പൂക്കൾ കൃഷി ചെയ്തു. ഇങ്ങനെ പലതരത്തിലും കൃഷി ചെയ്യാൻ പറ്റും. ഓക്കെ, നുലാഹിൽ വനക്തുബു, നമുക്ക് നിരീക്ഷിക്കാം, എഴുതാം. ഈ ചിത്രം ഇതെന്താണ് കാണുന്നത്? പച്ചക്കറികളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? അൽ ഖദറാവാത്തു എന്ന് എഴുതുക, പച്ചക്കറികൾ, അൽ ഖദറാവാത്ത്. ഇതെന്താണ്? ഫ്രൂട്ട്സ് ആണ്. അതിനെന്ത് പറയും? അൽ ഫവാക്കിഹ്, ഫ്രൂട്ട്സ്, അൽ ഫവാക്കിഹ്, ഫ്രൂട്ട്സ്. ഇത് പൂക്കളാണ് അല്ലേ. പൂക്കൾക്ക് എന്താ പറയുക? അൽ അസ്ഹാർ, പൂക്കൾ, അതിവിടെ എഴുതുക. ഓക്കെ, ഇതോടെ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാം.